നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി എന്തിനാണ് ഇലക്ഷൻ വരുമ്പോൾ നേരെ വയനാട്ടിലേക്ക് ഓടുന്നത്? എന്തുകൊണ്ടാണ് അമേഠിയെ ഇത്രയധികം പേടിക്കുന്നത്? കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ളതല്ലേ അവിടെ? ഗാന്ധി കുടുംബത്തിന് കൂടുതൽ വേരോട്ടമുള്ള ഇടം. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ആത്മവിശ്വാസത്തിലാണെങ്കിൽ വയനാട്ടിലേക്ക് പോകാതെ അമേഠിയിൽ നിന്ന് മത്സരിക്കും. സ്മൃതി ഇറാനി NDTVയോട് പറഞ്ഞു, ദീർഘകാലമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേഠിയിൽ 2019 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെടുകയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സ്മൃതി ഇറാനി 5500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിനെ തോൽപ്പിച്ചത്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധി മത്സരിച്ച് റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ സോണിയ രാജ്യസഭാ സീറ്റിൽ മത്സരിക്കുന്നതോടെ റായ്ബറേലിയിൽ കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥിയാകും മത്സരിക്കുന്നത്. സോണിയയുടെ മകളായ രാഹുലോ പ്രിയങ്കയോ ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അമേഠിയിൽ നിന്ന് ആര് മത്സരിക്കുമെന്ന കാര്യം നിർണ്ണയിക്കുന്നത്. മണ്ഡലത്തിൽ നിന്ന് 3 വട്ടം പാർലമെന്റിലേക്കും എത്തിയിരുന്നു. രാജീവ് ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. ഭാരത് ന്യായ് യാത്രയുടെ 37ാം ദിവസമാണ് ഇന്ന്. ബാബുഗഞ്ചിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നാളെ യാത്ര റായ്ബറേലിയിലെത്തും. എന്നാൽ കോൺഗ്രസ് അമേഠിയിൽ ജയിക്കില്ല. കോൺഗ്രസിന് ഈ വരവിലെങ്കിലും സീറ്റുകൾ കിട്ടുമോ എന്നതും സംശയം തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റും NDA 400 സീറ്റും നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിരമായി പറയുന്നതിനിടെ BJP വമ്പൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന പ്രവചനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ 400 സീറ്റ് നേടുക എന്ന പദ്ധതി നടക്കാൻ പോകുന്നില്ലെന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അമേഠിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞത്. 100 സീറ്റ് പോലും നേടാനാകാതെ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രവചിച്ചു. നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. എന്നാൽ ഇവിടെ ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ BJP ഗൂഢാലോചന നടത്തുകയാണ്. കോൺഗ്രസിന്റെ കാലത്ത് അമേഠിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലും അവയിൽ ഭൂരിഭാഗവും പൂർത്തിയായിരുന്നില്ല. എന്തുകൊണ്ടാണ് ആ പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാക്കാത്തതെന്നും BJPയോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത്ര തന്നെ. അമേഠിയിലെയും റായ്ബറേലിയിലും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്നും ഖാർഗെ പറഞ്ഞു വെച്ചു. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനമായ ജോലിയെടുത്ത മണ്ണാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഇന്നലെ ഭാരത് ജോഡോ ന്യായ് യാത്ര അമേഠിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ 4 ദിവസത്തെ മണ്ഡല പര്യടനത്തിനായി സ്മൃതി ഇറാനി അമേഠിയിൽ എത്തിയിരുന്നു. ഇതിനിടെയായിരുന്നു രാഹുലിനെ അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചാണ് സ്മൃതി മാധ്യമങ്ങളെ കണ്ടതും. ആരൊക്കെ വെല്ലുവിളിച്ചാലും എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തന്നെയായിരിക്കും.